ഓണം പായസമേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഒരു ആഘോഷത്തിന്റെ മൂഡിലാണ്. വർഷത്തിലൊരിക്കൽ കുടുംബത്തിലെല്ലാവരും ഒന്നിച്ചു ചേരുക, വിശേഷങ്ങൾ പറയുക, സന്തോഷം പങ്കുവയ്ക്കുക, അങ്ങനെ. പക്ഷെ ആ സമയത്തും അല്പം ടെൻഷനോടുകൂടി ഇരിക്കുന്ന കുറച്ച് പേര് നമ്മുടെ വീട്ടിലുണ്ടാവും. മറ്റാരുമല്ല, നമ്മുടെ വീട്ടമ്മമാർ തന്നെ. ഇത്തവണ ഓണത്തിന് എന്തൊക്കെ വിഭവങ്ങൾ ഒരുക്കുമെന്ന ടെൻഷനിലായിരിക്കും അവർ. രാവിലെ മുതലേ അടുക്കളയിലുമായിരിക്കും. പക്ഷെ ഇത്തവണ പായസത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കണ്ട. കാരണം അത്രയ്ക്കും വെറൈറ്റി ഓഫ് പായസങ്ങളാണ് ഞങ്ങൾ ഓരോ ദിവസവും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഇന്നത്തെ ഓണം പായസമേളയിൽ 4 കണ്ടസ്റ്റൻസ് ആണ് നമുക്കുള്ളത്. നമുക്ക് ആദ്യം അവരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ സുചിത്ര സലോൺ. ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു. ഇവിടെ കൊച്ചിയിൽ ഞാൻ ഈവൻറ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നു. വളരെ വൈവിധ്യമാർന്ന ഒരു പായസമാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ മലയാളീസാരും ഇന്ന് വരെ അങ്ങനെ ഈ ഒരു പായസം ഉണ്ടാക്കുന്നതായിട്ട് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു പുതിയ പായസം ഞാനിന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഹായ്, ഞാൻ റിമ ജോയ്. എൻ്റെ വീട് എടപ്പള്ളിയിലാണ്, ചേരാനല്ലൂർ. ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന പായസത്തെക്കുറിച്ച് എനിക്കൊരു ഐഡിയ കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ ഈ പായസം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഐ ഹോപ്പ് ദാറ്റ് പായസം വിൽ ബി നല്ല പായസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് സജിത. ഞാൻ കൊച്ചിൻ കാക്കനാട് നിന്ന് വരുന്നു. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് കുട്ടികൾക്കും ടീനേജേഴ്സിനും വരെ ചെയ്യാൻ കഴിയുന്ന ഒരു ഈസി പായസം റെസിപ്പിയാണ്. ഞാൻ ആരതി, കായംകുളത്ത് നിന്ന് വരുന്നു. ഇത്തവണ ഫ്ലവേഴ്സ് പായസമേളയിൽ ഞാനും ഉണ്ട്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസിയും എന്നാൽ കാണാൻ ഇത്തിരി ഭംഗിയുമുള്ള ഒരു പായസമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഓണം പായസമേളയിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് സജിത. സജിത എന്ത് പായസമാണെന്ന് ഉണ്ടാക്കുന്നത് ഇവിടെ? ഒരു മിക്സഡ് ഫ്രൂട്ട് പായസമാണ് ചെയ്യുന്നത്. എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ്? ആപ്പിൾ, മാംഗോ, ബനാന. ആപ്പിൾ, മാംഗോ, ബനാന, 3 ഫ്രൂട്ട്സ്. അതെ. പിന്നെ എന്തൊക്കെയാണ്? പാല്, നെയ്യ്, കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ എപ്പോഴും പോലെ തന്നെ അലങ്കരിക്കാനായിട്ട് കശുവണ്ടിയും. ഓക്കെ. സജിത ഹൗസ് വൈഫാണോ? പണ്ട് ജോലി ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇതുമായിട്ടൊക്കെ തന്നെ ബന്ധപ്പെടും. പായസമായിട്ടല്ല, കുക്കറായിട്ടാണ്. അതെ. ഓ, അതിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അത് ശരി. അപ്പൊ ഇതൊരു നല്ല തുടക്കമാവട്ടെ. അതെ. അപ്പൊ ശരി സജിത, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് നല്ലൊരു മിക്സഡ് ഫ്രൂട്ട് പായസം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. തീർച്ചയായിട്ടും. നമ്മുടെ രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് ആരതി. ആരതി പഠിക്കുവാണോ? ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ പഠിക്കുന്നു. തിരിച്ചാണ് എല്ലാവരും പഠിച്ചു കഴിഞ്ഞ് വർക്ക് ചെയ്യുന്നു. MBA കംപ്ലീറ്റ് ചെയ്തു. ക്യാമ്പസ് പ്ലേസ്മെന്റ് ജോലിയായി ഇൻഫോ പാർക്കിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. ഇപ്പൊ പിന്നെ MHRM കേരള യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്നു. ഹ്യൂമൻ റിസോഴ്സ്. ഓക്കെ, അത് ശരി. ഇന്ന് എന്ത് പായസമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? മിക്സഡ് ചെറി മിൽക്ക് പായസം. മിക്സഡ് ചെറി മിൽക്ക് പായസം. ഓക്കെ, ചെറി ഫ്രൂട്ട് ഉപയോഗിച്ചു. അതെ. ആരാണ് ഈ ഐഡിയ പറഞ്ഞു തന്നത്? സ്വന്തമായിട്ട് അതോ നെറ്റില് തപ്പിയിട്ട്? ഒരിക്കലും അല്ല. അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കിയോ വീട്ടില് ഇവിടെ വരുന്നതിന് മുമ്പേ? ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മത്സരത്തിനൊക്കെ പോവാറുണ്ട്. അപ്പൊ കുറെ നാള് മുമ്പ് ഒരിക്കൽ അതിന് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ പുതിയ എന്ത് വേണം എന്ന് പറഞ്ഞ് ആലോചിച്ചപ്പം പഴയ അത് ഫ്രൂട്ട് പായസം കാണാനും നല്ല ഭംഗിയാണ്. ഒരു പിങ്കിഷ് കളറിലിരിക്കും. കഴിക്കാനും നല്ല രുചിയായിരിക്കും. ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്തോ ഇത്? വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. ശരി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആരതി. നല്ലൊരു ചെറി ഫ്രൂട്ടിന്റെ പായസം ഉണ്ടാക്കും. ഓക്കെ. നമ്മുടെ മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് റിമ. റിമ എവിടെ നിന്നാണ്? ഞാൻ എടപ്പള്ളി, ചേരാനല്ലൂർ. ഓക്കെ. ഇന്ന് എന്ത് പായസമാണ്? ഫ്രൂട്ടാണോ? ഡ്രൈ ഫ്രൂട്ടാണ് ആക്ച്വലി. അത്തിപ്പഴം അല്ലെങ്കിൽ ഫിഗ്, അതിൻ്റെ പായസമാണ് ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയൂ റിമ. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് അത്തിപ്പഴമാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അത് ശരിക്കും പാലിൽ ബോയിൽ ചെയ്ത് ശരിക്കും മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തു. പിന്നെ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ ഞാൻ എടുത്തേക്കുന്നത് 200 ഗ്രാമാണ് അത്തിപ്പഴം എടുത്തേക്കുന്നത്. സോ 2 തേങ്ങയുടെ പാല്, പിന്നെ പഞ്ചസാര, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, നെയ്യ്, കുറച്ച് ഉപ്പ്, ഏലക്കായ പൊടിച്ചത്. ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ടല്ലേ? ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആ അത്തിപ്പഴം ആദ്യം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം മിക്സ് ജോലിയുള്ളൂ. ഓക്കെ റിമ, അപ്പോൾ നല്ലൊരു അത്തിപ്പഴത്തിൻ്റെ
സ്വാദുള്ള പായസം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ നാലാമത്തെ കണ്ടസ്റ്റന്റ് സുചിത്ര, വെറൈറ്റി ആയിട്ടുള്ള എന്ത് പായസമാണ്? മക്രോണിയാണ്. മക്രോണി കുട്ടികൾക്ക് എല്ലാം ഒരുപാട് ഇഷ്ടമാണ്. കുട്ടികൾക്ക് മക്രോണി, പാസ്ത ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും വൈകുന്നേരം പ്രത്യേകിച്ചും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവർക്ക് ഇത് പായസം ഉണ്ടാക്കാമെന്ന് നമ്മുടെ മലയാളികൾക്കൊന്നും അത്ര അറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ ഫേമസ് ആണ് മക്രോണി പായസം. ഇത് ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് പറഞ്ഞു തന്നാണോ? അങ്ങനെയല്ല, ഞാൻ എപ്പോഴും ഈ റെസിപ്പീസ് ഒക്കെ ഒരുപാട് നോക്കാറുണ്ട്. ഈവൻ നമ്മുടെ നെറ്റിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അന്നൊക്കെ മക്രോണി ഓക്കെ, നമുക്ക് മലയാളികളിൽ ഇന്ന് വരെ ഇവിടെ മക്രോണി പായസം ആരും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വെരി ഗുഡ്. മക്രോണി പിന്നെ ബാക്കി പ്രധാന ഇൻഗ്രീഡിയൻറ്റ് മക്രോണിയാണ്. ആ മക്രോണിക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചവരി സേമിയയും ജസ്റ്റ് ഒരു തിക്നെസ്സിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. കുറുകി വരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് അത്ര തിക്നെസ് കിട്ടില്ല, ഒരു പായസത്തിൻ്റെ ഒരു കുറുക്കാരി കിട്ടില്ല. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്, കാഷ്നട്ട്, ഏലക്കാപ്പൊടി, കിസ്മിസ്, പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക്, തേങ്ങാപ്പാലല്ലേ, ഇത് നമ്മുടെ പശുവിൻ പാല് തന്നെയാണ്. പിന്നെ തേങ്ങാപ്പാൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല, ശർക്കര പായസം അല്ലാത്തതുകൊണ്ട് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നില്ല. പിന്നെ കുറച്ച് നെയ്യ്. ഇത്രയാണ് ഇത് സാധാരണ പായസം ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഈ വെറൈറ്റി മാക്രോണി പായസം നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റട്ടെ. താങ്ക് യു ആര്യ. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ, സ്റ്റാർട്ട്. ഭാരതി, എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഒന്ന് പറയും? നമ്മൾ കുത്തരി, പിന്നെ ചെറി അരച്ചത്, ചെറി മിക്സിയിലിട്ട് മിക്സിയിൽ കുറച്ച് പാലോട് ഒഴിച്ച് നന്നായിട്ട് അരച്ചത്. പഞ്ചസാര ആഡ് ചെയ്യണ്ട? പഞ്ചസാര ആഡ് ചെയ്യേണ്ട, അത് നോക്കിയിട്ട് മതി. കാരണം ചെറി എന്ന് പറയുമ്പോൾ പ്രോസസ്ഡ് അല്ലേ, നമ്മുടെ ബേക്കറീസിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ചെറി, അത് ഷുഗർ സിറപ്പിലിട്ട് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മധുരം നോക്കിയിട്ട് മതിയാവും. പിന്നെ ആ ചെറിയ എടുത്തിരിക്കുന്ന മാറിപ്പോരും. നമ്മൾ സാറിന് ഇമ്പോർട്ടഡ് ചെറി എന്ന് പറയുമ്പോൾ അത് കോസ്റ്റ്ലി ആണ്, എപ്പോഴും അവൈലബിൾ അല്ലല്ലോ, അതിന് പുളിപ്പും വരും. അപ്പൊ അതുകൊണ്ട് ആ ബേക്കറിയിൽ അതെടുത്തത്. അതും പിന്നെ പാല്, പിന്നെ പഞ്ചസാര വേണമെങ്കിൽ പാകത്തിന് വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്യാം. നോക്കിയിടാം. പിന്നെ ഏലക്കാപ്പൊടി, നെയ്യിൽ വറുത്ത കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, അത്ര മാത്രം. ഇപ്പൊ ഞാൻ കിസ്മിസ് അല്ല എടുത്തിരിക്കുന്ന, ഉണക്കുമുന്തിരിങ്ങ. ഓക്കെ, ശരി. അപ്പൊ ആദ്യം പാല് തിളപ്പിക്കാന്നുള്ളത്? അതെ, പാലിൽ വേണം ഈ അരി വേവിക്കാൻ. ചെറു തീയിൽ ഇളക്കി കൊടുത്ത് പാലിൽ ചോറ് നന്നായിട്ട് വെന്തതിന് ശേഷം ഈ അരച്ചു വെച്ചിരിക്കുന്ന ചെറി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് പിന്നെ അത് കുറുകി വരണം. അരിപ്പായസം പോലെ തന്നെ ചെറിയും കൂടെ വരുന്നത്. പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് അരി ഇടുക അല്ലേ? അപ്പോഴേ ഏലക്കപ്പൊടി ഇടുന്നുണ്ടോ? ഇല്ല, ലാസ്റ്റേ ഇടുന്നുള്ളൂ. ഇതിപ്പോ ഞാൻ നേരത്തെ പാലിൽ വേവിച്ച് വെച്ചേക്കുക, കുറച്ച് ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ ഇടാം. ഒരു തിള വന്നതിന് ശേഷമാണോ അരി ഇടുന്നത്? തിളച്ചതിന് ശേഷം, അല്ലെങ്കിൽ ചിലപ്പോൾ ചോറ് കല്ലിച്ച് പോകാൻ സാധ്യതയുണ്ട്, ഒന്ന് വെന്തതായത്. എന്നാൽ പാല് തിളച്ചിട്ട് അരിയൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കൂ. ഞാൻ സജിത എന്തായാലും നോക്കിയിട്ട് വരാം. സജിത, ഏതുവരെ എത്തി? മിക്സഡ് ഫ്രൂട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആദ്യം നെയ്യ് ചൂടാക്കി. ശരിക്കും നമ്മൾ നെയ്യ് ചൂടാക്കിയിട്ട് ആദ്യം നമ്മൾ കശുവണ്ടിയും റൈസിൻസ് ഒക്കെ വേവിച്ച് അതായത് വറുത്ത് മാറ്റി വെക്കണം. നമ്മൾ ഓൾറെഡി അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ട് നേരിട്ട് ഫ്രൂട്ട്സിലോട്ട് അങ്ങ് കയറി. ഇതിൽ ആപ്പിളാണ് കുറച്ച് വേവ് കൂടുതലുള്ളത്, അതുകൊണ്ട് ആദ്യം ആപ്പിൾ നെയ്യിൽ വഴറ്റണം. എല്ലാം നെയ്യിൽ വഴറ്റുന്നത്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഫ്രൂട്ട്സ് ചേർക്കണം. ബാക്കി എന്തൊക്കെയായിരുന്നു? ഏത്തപ്പഴവും മാംഗോയും. ഏത്തപ്പഴവും മാങ്ങ അവസാനം ആഡ് ചെയ്താൽ മതിയായിരിക്കും അല്ലേ? ഇത് രണ്ടും ഒന്ന് പഴുത്ത മാങ്ങയും കൂടെ ആയിരുന്നു, അതുകൊണ്ട് ഇത് അവസാനം ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നെയ്യിൽ നന്നായിട്ട് വഴറ്റണം. ബിക്കോസ് നമ്മളിതിൽ പാലൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഫ്രൂട്ട്സിനൊക്കെ ചിലപ്പോൾ ഒരു അസിഡിക് ഇത് കാണുമല്ലോ, അപ്പം പാല് ചിലപ്പോൾ പിരിഞ്ഞു പോകും. നെയ്യിൽ നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം പാൽ ആഡ് ചെയ്യാന്നുള്ളത്. അതെ, പാല് തണുത്ത് കഴിഞ്ഞ് ശരിക്കും ഇത് നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ പാല് ആഡ് ചെയ്യുള്ളൂ. ഇതെല്ലാം തണുത്തതിന് ശേഷം. അതെ, പാൽ ആദ്യമേ അതുകൊണ്ട് കാച്ചി വെക്കുക. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേന്ത്രപ്പഴം ആഡ് ചെയ്യണം. ഏറ്റവും ലാസ്റ്റ് മാംഗോ. അപ്പോൾ മാംഗോ ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഞാൻ വരാം. ഓക്കെ. റീമ, ഏതുവരെ എത്തി നമ്മുടെ അത്തിപ്പഴം? പാല് തിളച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
തിളച്ചതിന് ശേഷം അത്തിപ്പഴം മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർക്കാം. അത്തിപ്പഴത്തിന് പകരം വേറെ ഏതെങ്കിലും ഫ്രൂട്ട് ചേർക്കാറുണ്ടോ? അതോ ഫസ്റ്റ് ടൈം ഒരു അത്തിപ്പഴം ഒരു ട്രയൽ നടത്തുവാണോ? അല്ല, ഞാനിത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടേക്ക് വിളിച്ചപ്പോൾ ഒരു വെറൈറ്റി പായസം വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ആലോചിച്ച് ഫിഗ് തിരഞ്ഞെടുത്തതാണ്. ഫ്രണ്ട്സാണോ സഹായിച്ചത്? അല്ല, ഞാനും ചേച്ചിയും കൂടിയാണ്. കുക്ക് ചെയ്യും? ആ, ചേച്ചിയാണ് എൻ്റെ ഇൻസ്പിറേഷൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ. ചേച്ചി നല്ല കുക്കാണ്. ആ, എന്നേക്കാൾ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ ചേച്ചിയും കൂടെ വരട്ടെ ഒരു ദിവസം പായസം? ആള് പ്രഗ്നന്റ് ആണ്, അപ്പോൾ വരല് നടക്കത്തില്ല. ശരി. പാല് തിളച്ചോ? തിളയ്ക്കുന്നതേ തിളച്ച് വരുമ്പോഴത്തേനും അത് ആഡ് ചെയ്യാം. ഫിഗ് ചേർക്കും. എന്നിട്ട് അതൊന്ന് കുറുകി വരണം. കുറുകി വന്നതിന് ശേഷം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യും. നെയ്യ് അവസാനം ഒഴിക്കാം. പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പഞ്ചസാര എന്തായാലും വേണം, മധുരം എന്തായാലും വേണമല്ലോ. അപ്പം അങ്ങനെ പഞ്ചസാര ആഡ് ചെയ്യും. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. സാധാരണ പായസം ഫിഗ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഹെൽത്തി ആണല്ലേ ഫിഗ് എന്നുള്ളത്. അപ്പോൾ തിള വന്നിട്ട് അതെല്ലാം ആഡ് ചെയ്യൂ. ഞാൻ വരാം. ചിത്ര ചേച്ചി, മക്രോണി ഇതുവരെ എത്തി? അയ്യോ, അതാ എൻ്റെ മക്രോണി ഇതാ ഇങ്ങനെ പാലിനകത്ത് കിടന്ന് ഓടിയാണ് ഇപ്പോൾ. എനിക്ക് മക്രോണി വലിയ ഇഷ്ടമാണ്. മക്രോണി ഭയങ്കര ഇഷ്ടമല്ലേ? അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. മക്രോണി എനിക്കും വളരെ എൻ്റെ ഫേവറേറ്റ് ആണ്. മക്രോണി, പാസ്ത, അങ്ങനത്തെ ഡിഷസ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോൺ വെജ് ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്? എല്ലാം ട്രൈ ചെയ്യാറുണ്ട്. നോൺ വെജ് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കൂടുതൽ ട്രൈ ചെയ്യുമല്ലോ. ഈ മക്രോണി വേവിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ്? ഇനി മക്രോണി വേവിച്ചു, അതിനകത്ത് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടി കുറച്ച് സേമിയയും ചവരിയും കൂടെ വേവിച്ച് ചേർത്തിട്ടുണ്ട്. ഇതിനുശേഷം അതങ്ങ് ആഡ് ചെയ്താൽ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ ആര്യ പ്രത്യേകിച്ച് വലിയ റിസ്ക് ഉള്ള ഒരു പായസമൊന്നും അല്ല ഇത്. കഷ്ടപ്പാടൊന്നുമില്ല. എല്ലാവർക്കും, എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു സാധാരണ പായസം തന്നെയാണിത്. പക്ഷേ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളൊന്നും ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കിയെല്ലാം ടേസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ. പിന്നെ മക്രോണി കൊണ്ടും നമുക്ക് പായസം ഉണ്ടാക്കാം. അപ്പോൾ ഇനി തിള വന്ന് കഴിഞ്ഞിട്ട് അത് ആഡ് ചെയ്യാം. ഇത് കുറച്ച് ഞാൻ ആഡ് ചെയ്തു, അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ സേമിയയും ചവരിയും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കണ്ടൻസ് മിൽക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് മിൽക്കിനകത്താണ് ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം മധുരം ഉണ്ടോ നോക്കിയിട്ട് ഷുഗർ വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പം ഇതിനകത്ത് ശരിക്കും ഈ കസ്കസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കാണാൻ ഭംഗി ഒരു വെറൈറ്റി ഒക്കെയാണ്. പിന്നെ വേണ്ട, നമ്മൾ ഇതിൻ്റെ കൂടെ കസ്കസ് ചേർക്കണ്ടെന്നൊരു തീരുമാനം എടുത്തതാണ്. അതുകൊണ്ട് വീട്ടമ്മമാർക്കൊക്കെ കസ്കസ് വേണമെങ്കിൽ ചേർക്കാം. അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഓപ്ഷനാണ്. ഞാൻ പിന്നെ ചവര് ചേർത്തു. കസ്കസ് ഉണ്ടെങ്കിൽ അത് കാണാനൊരു ഭംഗിയായിരിക്കും അത്. അപ്പൊ ശരി, മക്രോണി പായസം റെഡി ആക്കിക്കോളൂ. അധികം താമസിയാതെ ഞാൻ തിരിച്ചു വരും ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ ആര്യ. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാം പായസം ഉണ്ടാക്കി കഴിയാറായും തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. സജിത എല്ലാം റെഡിയായി. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ആപ്പിൾ വഴറ്റുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ആപ്പിളിന് കഴിഞ്ഞിട്ട് നേന്ത്രപ്പഴം ആഡ് ചെയ്തു. അതിനുശേഷം മാങ്ങ ലാസ്റ്റ് ആഡ് ചെയ്തു. നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം കണ്ടൻസ്ഡ് മിൽക്ക്, പഞ്ചസാര രണ്ടും ആഡ് ചെയ്തു. പഞ്ചസാര ആദ്യം, അത് കഴിഞ്ഞ് കണ്ടൻസ്ഡ് മിൽക്ക് രണ്ടും ആഡ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പാലൊഴിക്കാൻ പറ്റുള്ളൂ. തണുത്ത് വന്നതിന് ശേഷം പാലൊഴിച്ചു, പിരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. ഓക്കെ. അതിനുശേഷം അത് ഞാൻ പാലൊഴിക്കുന്നതിന് മുൻപായിട്ട് ആഡ് ചെയ്തു, ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി. അതെ. അപ്പം എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ വെള്ള സാധനം ഇട്ടിരിക്കുന്ന എന്താ? ബദാം അവസാനം ഇട്ടു. ഇതൊരു ഫ്രൂട്ട്സ് പായസം അല്ലേ, ഹെൽത്തി ആയിക്കോട്ടെ. ശരി, എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ഓക്കെ. അപ്പം എനിക്ക് തന്നോളൂ, ഞാൻ ടേസ്റ്റ് ചെയ്യാം.
ആരതി എന്തായി? എല്ലാം കഴിഞ്ഞു, റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാനിനി ടേസ്റ്റ് ചെയ്താൽ മതി, അതും കൂടെ ഉള്ളൂ. എന്തൊക്കെ ചെയ്തു? പിന്നെ പാല് തിളക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പോയപ്പോ. എന്നിട്ട് ചോറ് അരിയാണെങ്കിൽ 3/4 വെന്തതായിരുന്നു, പാലിൽ നേരത്തെ വേവിച്ചതായിരുന്നു. ബാക്കിയും കൂടെ അതിൽ തന്നെ വേവിച്ചിട്ട്, അതായത് ഒരു 2 ഇരട്ടി പാലൊഴിച്ചിട്ട് അതിൽ വേവിച്ച് നല്ല കുറുകി വരണം. എന്നിട്ട് അതിലേക്ക് തന്നെ ചെറി അരച്ചത് അത് നമ്മൾ അതിലേക്ക് തന്നെ ആഡ് ചെയ്തു. സാധാരണ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നത് നമ്മൾ പാല് തണുത്തതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇത് അങ്ങനെ തന്നെ ചേർക്കണം, പിരിഞ്ഞു പോത്തു. പാലിലാണ് അത് അരച്ചു വെച്ചിരിക്കുന്നത്. അതെ. എന്നിട്ട് അതിലേക്ക് ചേർത്തിട്ട് അത് പിന്നെയും വറ്റി വരണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തി ഒരു കുറുകിയ ഇതിൽ വരണം. സാറ്റിസ്ഫൈഡ് ആയി, ഉദ്ദേശിച്ച പോലെ ഉണ്ടാക്കാൻ പറ്റി? തീർച്ചയായും. ശരി, അപ്പൊ എനിക്ക് തന്നോളൂ, ഞാൻ ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ ഫിഗ് എന്തായി? ഫിഗ് പായസമായി ഇപ്പൊ ഫിഗ് ഇല്ല അല്ലേ? എന്തൊക്കെ ചെയ്തു പിന്നെ? അത് കഴിഞ്ഞ് പാല് തിളച്ചു കഴിഞ്ഞ് പഞ്ചസാര ചേർത്തു. അത് കഴിഞ്ഞ് ഫിഗ് ആഡ് ചെയ്തു. അത് ജസ്റ്റ് ഒന്ന് വറ്റി കഴിഞ്ഞപ്പോൾ ബാക്കി ഡ്രൈ ഫ്രൂട്ട്സ് നെയ്യിൽ വറുത്തത് ആഡ് ചെയ്തു. നെയ്യ് ഒഴിച്ചു വാങ്ങി കുറച്ച് ഉപ്പിട്ടു. കുറച്ച് ഏലക്കായി. ഉപ്പിടുന്ന എന്തിനാ? ഉപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് നല്ലതായിരിക്കും. അതൊരു പൊടിക്കൈയാണല്ലേ എല്ലാ പായസത്തിനും കുറച്ചൊന്ന് ഉപ്പിടുന്നത്. അതെ. തന്നോളൂ, ഞാൻ ടേസ്റ്റ് ചെയ്യാൻ റെഡി ആയി വന്നിട്ടുള്ളൂ. ചേച്ചി, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു പായസം ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. മക്കറോണി എങ്ങനെയുണ്ട് ചേച്ചി? ഉദ്ദേശിച്ച പോലെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, മക്രോണി ഞാൻ ആര്യോട് ആദ്യം തന്നെ പറഞ്ഞു, ഇത് വലിയ റിസ്കി ആയിട്ടുള്ളൊരു പായസമൊന്നും അല്ല. നോർമൽ എല്ലാ വീട്ടമ്മമാരും ഉണ്ടാക്കുന്ന സേമിയ പായസം പോലത്തെ ഒരു പായസമാണ്. പക്ഷേ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം മലയാളികൾക്ക്. ആ മക്രോണി ആരും ഉപയോഗിക്കില്ല. അതുകൊണ്ട് ഞാനിതിൽ സാറ്റിസ്ഫൈഡ് ആണ്. വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ തന്നോളൂ ബൗളിലേക്ക്. തീർച്ചയായിട്ടും അറിയാൻ തരാം. അപ്പം 4 പേരും പായസം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത ജോലി, ഒരാൾക്ക് പ്രൈസ് കൊടുക്കാന്നുള്ളത്. കാരണം ഇന്ന് എല്ലാവരും നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കൺഫ്യൂഷനാണ് ആർക്ക് കൊടുക്കണം എന്നുള്ളത്. പിന്നെ ഒരു മത്സരമാകുമ്പോൾ ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാണ്. ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഇതെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഞാൻ അധികം ടെൻഷൻ അടുപ്പിക്കുന്നില്ല. ടെൻഷനുണ്ടോ? സജിതയ്ക്ക് ഒരു ടെൻഷനില്ല. സജിതയൊക്കെ എത്രയോ കണ്ടിരിക്കുന്നല്ലേ? ആർക്ക് കിട്ടിയാലും സന്തോഷം. എന്നാ പിന്നെ സജിത തന്നെ കുറച്ചുകൂടി സന്തോഷിച്ചോളൂ. ഫസ്റ്റ് പ്രൈസ് സജിതയ്ക്കാണ്. ഒരു പ്രൈസ് വേണ്ടേ? ഇങ്ങോട്ട് വരൂ, ഞാൻ തരാം. സജിതയ്ക്ക് ഇപ്പോഴും വിശ്വാസമായില്ലാന്ന് തോന്നില്ല. ജീവിതത്തിലെ ആദ്യത്തെ ടെലിവിഷൻ പ്രോഗ്രാമാണ്. അപ്പൊ ആദ്യത്തെ ടെലിവിഷൻ പ്രോഗ്രാമിൽ തന്നെ വിന്നറായി. കൺഗ്രാറ്റ്സ്. ഇനിയും കുക്കിങ്ങിന്റെ പരീക്ഷണങ്ങൾ നടത്തുക, ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോയല്ലേ? കിച്ചൺ. ഓക്കെ, അപ്പൊ എല്ലാവരും അതിന് കാത്തിരിക്കുക. എല്ലാ ബെസ്റ്റ് വിഷസിനും അതിന് വേണ്ടിയിട്ട് നേടുന്നു. ഇന്നത്തെ ഓണം പായസമേളയിൽ നമ്മൾ 4 കണ്ടസ്റ്റൻസിനെ പരിചയപ്പെട്ടു. അവരുടെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞു. അവരുണ്ടാക്കി തന്ന 4 പായസങ്ങൾ മനസ്സിലാക്കി.
ഇവിടെ ഉണ്ടാക്കുന്ന പായസങ്ങളെല്ലാം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് വെറൈറ്റി പായസങ്ങളാണ്. ഇനിയും കണ്ടിട്ടില്ലാത്ത വേറെ 4 വെറൈറ്റി പായസങ്ങളുമായി മറ്റ് 4 കണ്ടസ്റ്റൻസുമായിട്ട് മറ്റൊരു എപ്പിസോഡിലൂടെ കാണാം. കാത്തിരിക്കുക. Yeah.